ഹായ് എവ്രി വൺ, നമസ്കാരം. നമുക്കൊരു കേസ് പതിയെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു കേസാണ്. വണ്ണം കുറയ്ക്കാൻ 3 മാസം ജ്യൂസ് മാത്രം ഭക്ഷണം. കന്യാകുമാരിയിലെ 17കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. സാഡ് അല്ലേ? 17 വയസ്സുള്ളൂ എന്ന് പറഞ്ഞ ഒരു ടീനാണ് ഇപ്പോഴും. ഹാർഡ് ഡയറ്റ് എടുത്തു, 3 മാസം ജ്യൂസ് മാത്രം. ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ആളുടെ ബോഡിക്ക് അത് എടുക്കാൻ പറ്റിയില്ല, നമ്മുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രീഷൻ കിട്ടിയില്ല, ജ്യൂസ് മാത്രമായിരുന്നു ഉള്ളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് കുട്ടി മരിച്ചുപോയി, ബോഡിക്ക് എടുക്കാൻ പറ്റാതെ. നമുക്ക് ഇനി അതിന്റെ മെന്റലി ഉള്ള ബ്രേക്ക് ഡൗണും ചെയ്താലോ. ഒരു കുട്ടി, ഒരു 17 വയസ്സുകാരൻ ഇത്രയ്ക്ക് ഹാർഡ് കോർ ആയിട്ടുള്ള ഡയറ്റ് എടുക്കണമെങ്കിൽ ഐ കാണ്ട് ഇമാജിൻ വാട്ട് ഹി ഈസ് വെൻ ത്രൂ. എന്തോരം ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ എന്തോരം പ്രഷർ ആ ബോഡിക്കും മൈൻഡിനും കിട്ടിയെന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യ. ഇറ്റ്സ് വെരി ബാഡ്. എന്തായാലും ഇറ്റ്സ് വെരി ബാഡ്. നമുക്ക് കുറച്ച് റീസൺസ് നോക്കിയാലോ. ഈ കുട്ടീനെ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ ഹിം പേഴ്സണലി, ഐ ഡോണ്ട് നോ ഹിസ് ഹിസ്റ്ററി, കേസ് എന്താണോ ഒന്നും എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്ന ഇൻഫർമേഷൻ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷെ ഇത് ഈ ഒറ്റ കുട്ടിക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇത് ഈ ഒരു കേസ് കണ്ടുകൊണ്ട് നമ്മളത് എടുത്തുന്നേ ഉള്ളൂ. പക്ഷെ ദിസ് ഇസ് ഹാപ്പനിങ് എ ലോട്ട് നൗ ഡേയ്സ്. അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്താ നോക്കിയാലോ. ഫസ്റ്റ് വൺ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. ടീനാണ്, ടീൻ അല്ലെങ്കിലും ഇപ്പോൾ ടീനൊക്കെ കഴിഞ്ഞ ഒരു ഏജ് ആണെങ്കിലും ഏർലി അഡൽട്ട്ഹുഡിന്റെ ഒക്കെ ഏജ് ആണെങ്കിലും വി ആർ ഓൾ ഇൻഫ്ലുവൻസ് ബൈ സീയിങ് അതേഴ്സ് അല്ലേ. വേറൊരാളെ കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്ന സാധനം. വേറൊരാൾ ഒരു സാധനം മേടിച്ചു, നമുക്കത് വേണം. അത് നമുക്ക് ഇഷ്ടമാണോ പോലെ അറിയില്ല അല്ലെ. ഒരു സംഭവം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടോ, നമുക്ക് ഇഷ്ടമാണോ എന്ന് അറിയില്ല, പക്ഷെ നമുക്കത് വേണം. എന്തിന്, ആർക്ക് വേണ്ടി അറിയില്ല. അതുപോലെ തന്നെയാ ഈ ഫിറ്റ്നസിന്റെ കാര്യം. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമില് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഫുള്ള് ഇപ്പോ മറ്റേ ജിമ്മും സിക്സ് പാക്കും ആപ്സും അതൊക്കെ. അതിപ്പോ ആൺകുട്ടികള് പെൺകുട്ടികളെന്നൊന്നുമില്ല, രണ്ട് ജെൻഡേഴ്സിലും ഇറ്റ്സ് സെയിം. സോ അങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ ഓക്കെ, ഇവരൊക്കെ നല്ല ഫിറ്റ്, ഇവരൊക്കെ അടിപൊളിയായിട്ടൊക്കെ ജീവിക്കണു, ഞാൻ മാത്രം ഇങ്ങനെ തടിച്ചിരിക്കണു, അതുകൊണ്ട് എനിക്ക് കുറയ്ക്കണം. സോ സംതിങ് ഈസി. ഇത്രം പോകാൻ വയ്യ, പക്ഷെ എന്തെങ്കിലും കുറച്ചും കൂടെ എളുപ്പമായിട്ട് യൂട്യൂബ് എടുക്കുന്നു, നോക്കുന്നു, 7 days ഡയറ്റ് ചാലഞ്ച്, ഓൺലി ജ്യൂസ്, ഇത്ര കിലോ കുറയുന്നു, ചെയ്യുന്നു. ബട്ട് ദേ ആർ നോട്ട് തിങ്കിങ് ഇൻ എ ഫാക്ട് ദാറ്റ് ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഫിറ്റ്നസ് ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഇതായിരിക്കില്ല ചെയ്യുന്നത്. ദേ വിൽ ബി ഡൂയിങ് സംതിങ് എൽസ്. അതിനെ പറ്റി ആലോചിക്കുന്നില്ല. സോ അങ്ങനെ സോഷ്യൽ മീഡിയ കൊണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നു. പിന്നെ രണ്ടാമതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. വഴിയെ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ഒന്നുമില്ല, ഒരു സ്വന്തം വീട്ടിലിരിക്കുകയാണെങ്കിലും വീട്ടിലേക്ക് വന്നു കയറുന്ന ബന്ധുക്കളോ നാട്ടുകാരോ എന്തെങ്കിലും വന്നിട്ട്, അയ്യോ കഴിഞ്ഞ വർഷം കണ്ടേക്കാൾ തടിച്ചിരിക്കണു കൂടുതൽ, കഴിഞ്ഞ് മതി, അവിടെ തീർന്ന്, അന്നത്തെ ദിവസം തീർന്നു, ഒരാഴ്ചത്തെ ദിവസം പോയി, ഒരു കൊല്ലത്തേക്ക് ഇനി ഒന്നും വേണ്ട, ആ ഒരു അവസ്ഥയാവും. കാരണം അത് പറയുന്നവർക്ക് ഒരു വാക്യേ ഉള്ളൂ, വെറുതെ അത് പറഞ്ഞു എന്ന് വെച്ചിട്ട് എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളതാ. പക്ഷെ കേൾക്കുന്നവർക്ക് ഇറ്റ് ഇസ് ഹേർട്ടിങ് എ ലോട്ട്. അതെന്താ മനസ്സിലാവാത്തതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇറ്റ്സ് ഹേർട്ടിങ് എ ലോട്ട്. എനിക്ക് തോന്നുന്നു അത് അനുഭവിച്ചാൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നത്. ഇറ്റ്സ്, നമ്മൾ അതിനെ ഒരു ടേമിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ബോഡി ഷേമിങ്. ആൻഡ് ബോഡി ഷേമിങ്ങിനെ പറ്റിയിട്ട് വേറൊരു ഷോർട്സ് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും, കാരണം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസും കൂടെ പറയാനുണ്ട്. അതുകൊണ്ട് അപ്പോൾ പറയുന്നവർക്ക് ആദ്യത്തെ പറച്ചിലുള്ളൂ, പക്ഷെ കേൾക്കുന്നവരുടെ അത് മെന്റലി ഉണ്ടാക്കുന്ന പ്രഷർ ഇസ് എ ലോട്ട്. മേ ബി വാട്ട് ഇഫ് അങ്ങനെ ഒരു പ്രഷർ കാരണമാണ് ഈ കുട്ടി ഒരു ഡയറ്റ് തുടങ്ങിയേക്കുന്നത്, നമുക്കറിയില്ല. സോ വി ഡോണ്ട് നോ വാട്ട് അതർ പേഴ്സൺ ഇസ് ഗോയിങ് ത്രൂ. അതുകൊണ്ട് ചുമ്മാ സ്വന്തം ഒപ്പീനിയൻസ് എല്ലായിടത്തും ഇടാതെ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് അവരെ അത് ഹേർട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വാട്ട് ഇഫ് യുവർ വേർഡ്, നിങ്ങളുടെ ഒരു വാക്ക് കൊണ്ടിട്ട് വേറൊരു കുട്ടി അയാളുടെ നല്ലൊരു ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിലോ, ദാറ്റ്സ് വെരി സാഡ് അല്ലേ. സോ പ്ലീസ് തിങ്ക് അബൌട്ട് ബിഫോർ സീയിങ് എനിത്തിങ്. ആൻഡ് ഇങ്ങനെ ഡയറ്റൊക്കെ എടുക്കുന്ന കുട്ടികളുണ്ടെങ്കിലോ, അല്ലെങ്കിൽ കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരായാലും ആരായാലും പ്ലീസ് നോക്കുക എങ്ങനെയാ ചെയ്യേണ്ടത്. ഇതിൻ്റെയൊക്കെ ഹെൽത്തി വശങ്ങളെല്ലാം നോക്കി ചെയ്യാം. നമുക്ക് വെറുതെ വണ്ണം കുറച്ചിട്ട് മാത്രം കാര്യമില്ല, അല്ലെങ്കിൽ ചുമ്മാ വണ്ണം കൂട്ടിയിട്ട് മാത്രം കാര്യമില്ല. വി ഹാവ് ടു ഡു ഇറ്റ് ഇൻ എ റൈറ്റ് വേ. സോ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതുപോലെ ചെയ്യുക. ഇതുപോലെ കുട്ടികളൊക്കെ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ പാരൻസ് പ്ലീസ് മേക്ക് ഷുവർ ദേ ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ റൈറ്റ് വേ. ആൻഡ് ഓൾസോ എന്തിനാണ് കുറയ്ക്കുന്നത് എന്നുള്ളത് അവർക്ക് ഉറപ്പായിരിക്കണം. അപ്പുറത്തെ വീട്ടുകാരൻ പറഞ്ഞു ഇവന് വണ്ണുണ്ട് അതുകൊണ്ട് ഇവൻ കുറയ്ക്കണം എന്നല്ല. ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് കുറച്ചും കൂടെ ഭംഗി എന്നുള്ള വേർഡ് ഞാൻ അവിടെ യൂസ് ചെയ്യില്ല, കാരണം ഭംഗിക്ക് വേണ്ടി വണ്ണം കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കുറച്ച് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളല്ല.
സോ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് രോഗമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വണ്ണം കുറയ്ക്കുക എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ആൻഡ് ബുള്ളി അല്ലല്ലോ, ബോഡി ഷേമിങ് ചെയ്യുന്നവരോട് ഐ തിങ്ക് ബോത്ത് ദ സെയിം എനിവേ, ബോഡി ഷേമിങ് ചെയ്യുന്നവരോട് പ്ലീസ് സ്റ്റോപ്പ് ദിസ്. യു ഡോണ്ട് നോ വാട്ട് ദ അതർ പേഴ്സൺ ഇസ് ഗോയിങ് ത്രൂ. സോ ഇറ്റ്സ് വെരി ക്രൂവൽ ടു ഡു ദാറ്റ്. നിങ്ങൾക്കൊരു വാക്യേ പക്ഷെ മറ്റൊരാൾക്ക് അത് അയാളുടെ ജീവിതം പോണ കാര്യമായിരിക്കും. സോ പ്ലീസ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഐ എം സോറി ടു സേ ദിസ്, ബട്ട് പ്ലീസ് സ്വന്തം കാര്യം നോക്കി നമുക്ക് പോവാം, വേറൊരാളെ വേദനിപ്പിക്കാതിരിക്കാം. Okay, so bye bye, I'll see you in another video.